ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചെറുപയർ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഒരു പകുതി സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവാള ആയതുകൊണ്ട് ഞാൻ പകുതി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കുക, അതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ആ ചെറുപയറൊക്കെ വരുന്ന സമയം കൊണ്ട് ഇതൊന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എരിവിനായിട്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് സ്പൈസി ആയിട്ടല്ലേ കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് ഒരുപാട് എരിവുള്ള കറിയല്ല. പിന്നെ നമ്മൾ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് പൊടികൾ മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ആവാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറുപയറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് രാവിലെയാണ് ഈ ഒരു കറി വെക്കുന്നത്. അപ്പോൾ ഞാൻ തലേദിവസം രാത്രി ഒരു 1/2 കപ്പ് ചെറുപയർ ഒന്ന് വെള്ളത്തിൽ നിന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട് നേരം വെളുക്കുമ്പോഴേക്കും. അപ്പോൾ നിങ്ങൾ ഒരു 5-6 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക ഉണ്ടാക്കുന്നതിനേക്കാൾ മുന്നേ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. 1-2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് സോക്ക് ചെയ്യാതെ ഉണ്ടാക്കുന്ന ചെറുപയറാണെങ്കിൽ ഒരു 4-5 വിസിൽ വരുന്നത് വരെ വെക്കേണ്ടി വരും. അതുപോലെ തന്നെ കുറച്ചും കൂടെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഇപ്പോൾ 2 വിസിൽ വന്ന് നല്ലപോലെ എയർ പോയതിനു ശേഷം വേണം നമ്മളിതൊന്ന് തുറന്ന് നോക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമുണ്ട്. നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെങ്കിൽ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് പുട്ടിലിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിനിപ്പോൾ ഇത് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറി നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1-2 സാധനങ്ങൾ കൂടെ ഇട്ട് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ കുറച്ച് 2 നുള്ള് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗരം മസാലപ്പൊടി അധികം ആവരുത്, വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്ര ആയാൽ മതി. പിന്നെ ഇപ്പോൾ ഇത് ഇരിക്കും തോറും ഈ ഒരു കറി ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ കുറുമയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.